നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ടന്റ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. മോഹൻലാൽ മലയാളത്തിന്റെ സ്വന്തം ലാലേട്ടന്റെ 2026 പ്രൊജക്റ്റുകൾ 25 മോഹൻലാൽ തൂക്കിയൊരു വർഷം, ഏകപക്ഷീയമായി തൂക്കിയൊരു വർഷം തന്നെയാണ്. കാരണം എമ്പുരാൻ കണ്ടന്റ് വൈസില്ലെങ്കിൽ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ തകർന്ന സിനിമയാണ്. അത് ലോക പിന്നീട് തകർത്തെങ്കിൽ പോലും 265 കോടിയോളം ആദ്യമായിട്ടൊരു മലയാള സിനിമ തകർത്ത കളക്ഷൻ റെക്കോർഡ് വന്ന സിനിമ. പിന്നീട് ഗംഭീര സിനിമ തുടരും. തരുൺമൂർത്തി സംവിധാനം ചെയ്ത സിനിമ 245 കോടി, ബാക്ക് ടു ബാക്ക് 200 കോടി നേടുന്ന ഒരേ ഒരു സൂപ്പർ താരം മോഹൻലാലായി മാറി. മൂന്നാമത്തെ ഹൃദയപൂർവ്വം പോലും 75 കോടി തിയേറ്റർ കളക്ഷൻ, ടോട്ടൽ ബിസിനസ്സോടുകൂടി 100 കോടിയാണ് അതും കളക്ട് ചെയ്തത്. ഹാട്രിക് വിജയം സ്വന്തമാക്കി. അതിലുപരി മലയാളികൾക്ക് എന്നും അഭിമാനിക്കാവുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടൻ, ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് നേടുന്ന ഇന്ത്യൻ നടനായി മാറി. അതൊക്കെ മലയാളികൾ ആഘോഷപൂർവ്വം കൊണ്ടാടുന്ന നിമിഷങ്ങളാണ് കണ്ടത്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ആൾക്കാർ ലൈവിൽ ഒരു നാഷണൽ അവാർഡ് കണ്ടത് ഒരുപക്ഷെ 2025 മോഹൻലാലിന് ദാദാ സാഹേബ് ഫാൽക്കെ അവാർഡ് കിട്ടിയപ്പോഴായിരിക്കാം. 2025 നോക്കിയപ്പോൾ 2026 പോകുമ്പോൾ 2025 ഇനി ഇദ്ദേഹത്തിന്റെ റിലീസാകാൻ പോകുന്ന സിനിമകളിൽ ഋഷഭയുണ്ട്. ഋഷഭ ഒരു 2 രീതിയിലുള്ള പശ്ചാത്തലമുള്ള സിനിമയാണ്. അതായത് പുരാതനവും ആധുനികവുമായിട്ടുള്ള കാലങ്ങളൊക്കെ ഉള്ള ഒരു പശ്ചാത്തലമുള്ള സിനിമ. എന്തായാലും ആ ഒരു എപ്പിക് സിനിമ എന്തായാലും ഒക്ടോബർ റിലീസാണ്. അത് വേൾഡ് വൈഡ് റിലീസാകുന്ന സിനിമയാണ്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ഈ വർഷം റിലീസ് ചെയ്യുന്നത് നമ്മുടെ ദിലീപും വിനീത് ശ്രീനിവാസനും പ്രധാന കഥാപാത്രത്തിൽ എക്സ്റ്റെൻഡഡ് ക്യാമിയോ റോളിൽ ലാലേട്ടൻ എത്തുന്നു എന്നുള്ളതാണ്. ഭാ ഭാ ഭാ, ഭയം ഭക്തി ബഹുമാനം. അതിനകത്ത് കിട്ടുക ക്യാരക്ടറാണ്. ഒരു ചിരി ദിലീപിൻ്റെയൊക്കെ ഒരു ആശാനായിട്ടുള്ള ഒരു ചിരി അരക്കിറക്ക് പിടിച്ച ഒരു ആശാനായിട്ടാണ്. മാസും ഒക്കെ ഉള്ളതാണ്. പാട്ടുമൊക്കെ ഉണ്ട്. ദിലീപും മോഹൻലാലുമായിട്ട് ഒരുപാട് നാളിന് ശേഷമുള്ള അടിപൊളി ഒരു പാട്ടും ഒക്കെ ഉള്ള ഒരു സിനിമ. എന്തായാലും അത് ഡിസംബർ റിലീസാകും. അതിനുശേഷം മോഹൻലാൽ ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമ വേറെ ഒന്നുമല്ല, ക്ലാസിക് ക്രിമിനൽ ഈസ് ബാക്ക് എന്ന് പറയുമ്പോൾ തന്നെ മലയാളികൾ രോമാഞ്ചിഫിക്കേഷൻ വരുത്തുന്ന കഥാപാത്രം ദൃശ്യത്തിലെ ജോർജ് കുട്ടി. ദൃശ്യം 3, ദൃശ്യം ഫ്രാഞ്ചൈസിലെ 3ാമത്തെ ഭാഗം ദൃശ്യം 3 ഒരുങ്ങുന്നു. അത് ഷൂട്ടിംഗ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അത് 2026 റിലീസ് ചെയ്യുന്ന സിനിമയായിരിക്കും. ആദ്യം റിലീസ് ചെയ്യുന്ന ഒരു പക്ഷേ ദൃശ്യം 3 ആയിരിക്കും 2026 മോഹൻലാൽ തുടങ്ങുക. എന്തായാലും കളക്ഷൻ റെക്കോർഡുകൾ പലതും തിരുത്തി കുറിക്കുന്ന ഒരു സിനിമ ആയിരിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. കാരണം അതിൻ്റെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ 4-5 ദിവസം ബുക്കിംഗ് ഫുൾ ആകാനുള്ള എല്ലാ സംഭവങ്ങളും ദൃശ്യം 3യിൽ കാണും. കാരണം അത്രയും ദൃശ്യം 1ഉം ഒരുപക്ഷെ 2ഉം അതിനെ വരവേറ്റ പ്രേക്ഷകർ എന്തായാലും അതിനെ കാത്തിരിക്കുന്നുണ്ടായിരിക്കും. അത് ഉറപ്പാണ്. അത് കഴിഞ്ഞിട്ട് L365 ഓസ്റ്റിൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമ, ആഷിഖ് ഉസ്മാൻ പ്രൊഡ്യൂസർ. ഈ സിനിമയിൽ മോഹൻലാൽ വീണ്ടും ഒരു കാക്കി അണിഞ്ഞ് പോലീസ് വേഷത്തിലാണ് എത്തുന്നത്. L365 എന്തായാലും അടുത്ത വർഷം റിലീസാണെന്നുള്ളതിൽ കൺഫേം ആണ്. കാരണം അടുത്ത ഷൂട്ടിംഗ് തുടങ്ങാൻ പോകുന്നത് L365 തന്നെയാണ്. പിന്നുള്ള സിനിമകളിലാണ് മോഹൻലാൽ ഏതൊക്കെ സിനിമകൾ ഏകദേശം പറഞ്ഞു വെച്ചിരിക്കുന്ന അനുസരിച്ച് ഈ പറഞ്ഞ പോലെ കൃഷാന്തിൻ്റെ സിനിമ, നമുക്ക് കൃഷാന്ത് സീരീസുകൾ എല്ലാം OTT പ്ലാറ്റ്ഫോമിലാണ് വന്നതെങ്കിലും തകർപ്പൻ സിനിമകളാണ് എല്ലാം വന്നേക്കുന്നത്. ഇതിലും കൃഷാന്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു കോമഡി ഡിറ്റക്റ്റീവ് സിനിമയാണത്. ഒരിക്കലും ഒരു വൾഗറായിട്ടുള്ളൊരു കോമഡി, നല്ല സ്റ്റാൻഡേർഡ് രീതിയിൽ ആ കഥാപശ്ചാത്തലത്തോട് ചേർന്ന് നിൽക്കുന്ന കോമഡി സിനിമയാണ്. മോഹൻലാൽ ഡേറ്റ് കൊടുത്തു, അതിനനുസരിച്ചുള്ള വർക്കുകൾ ആരംഭിക്കുകയാണെന്ന് അതിൻ്റെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂവിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതിന് കൃഷാന്ത് സിനിമ 2026 സംഭവിക്കുന്നുള്ളതിലും സംശയം വേണ്ട. പിന്നീട് ഒരു അപൂർവ കൂട്ടുകെട്ടാണ് ദിലീഷ് പോത്തൻ എന്ന് പറയുന്ന ഒരു മാജിക്കൽ സംവിധായകൻ ചെയ്തേക്കുന്ന സിനിമകളെല്ലാം അതിഗംഭീര സിനിമകളാണ്. ദിലീഷ് പോത്തൻ മോഹൻലാലുമായിട്ട് ഒന്നിക്കുന്നു പറഞ്ഞുമ്പോൾ അദ്ദേഹം പറഞ്ഞൊരു വലിയൊരു പടത്തിന് വേണ്ടിയാണ് ദിലീഷ് പോത്തൻ ലേറ്റസ്റ്റ് പറഞ്ഞ വലിയൊരു പടത്തിന് വേണ്ടിയാണ് മോഹൻലാലിനോട് പറഞ്ഞെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു സിമ്പിൾ സബ്ജക്റ്റ് പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടു. അതായത് സിമ്പിൾ സബ്ജക്റ്റിൽ മോഹൻലാൽ വളരെ സിമ്പിളായിട്ട് അഭിനയിക്കുമ്പോൾ അതിനകത്ത് അഭിനയ പ്രാധാന്യങ്ങൾ ഒരുപാട് വരും. ബിഗ് ബഡ്ജറ്റിനെക്കാട്ടിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ഇണങ്ങിയത് മോഹൻലാലിന് എപ്പോഴും ഇങ്ങനെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ നാടൻ കുസൃതികളും അതിനകത്ത് വരുന്ന ഇമോഷൻസും ഒക്കെ കൈകാര്യം ചെയ്യുന്ന രീതിയിലാണ്. ദിലീഷ് പോത്തൻ മോഹൻലാൽ ഒരു മാജിക് കോംബോ വരുന്നുണ്ട്. അമൽ നീരദ് ചിത്രം മോഹൻലാലിന് വേണ്ടി നേരത്തെ പറഞ്ഞത് കുറച്ച് ചിലപ്പം നീട്ടി വന്നെങ്കിൽ പോലും 2026 ചാൻസ് ഉണ്ട്. ബ്ലസ്സി ചിത്രം ഒരുങ്ങുന്നു. ഒരുപാട് തമിഴ്, തെലുങ്ക്, കന്നഡ സിനിമകളിലൊക്കെ മോഹൻലാൽ പറഞ്ഞു
ഒരുപാട് പേര് ഡേറ്റ്സ് ചോദിക്കുന്നു, അത് കൃത്യമായിട്ട് അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുമെന്ന് മോഹൻലാൽ തന്നെ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. ബ്ലസ്സി ചിത്രം മോഹൻലാലിന് ഗംഭീര ചിത്രങ്ങൾ, തന്മാത്രയും പ്രണയവും ഭ്രമരവും ഒക്കെ തന്ന അസാധാരണ പെർഫോമൻസുള്ള എല്ലാ സിനിമകളും തന്ന ബ്ലസ്സി മോഹൻലാൽ ഒന്നിക്കുന്ന വർഷമൊക്കെ 2026 ആയിരിക്കും. എന്തായാലും വിജയങ്ങൾ തുടരുന്ന മോഹൻലാലിൻ്റെ 2026 മിന്നിക്കും എന്നുള്ളതിൽ സംശയം വേണ്ട. എന്തായാലും മോഹൻലാലിൻ്റെ പ്രൊജക്റ്റുകളെല്ലാം ഗംഭീരമാണ്. ഇനി മോഹൻലാൽ പെട്ടെന്ന് കമ്മിറ്റ് ചെയ്യുന്ന എന്തായാലും അടുത്ത വർഷം മഹേഷ് നാരായണൻ്റെ ചിത്രം, അടുത്ത മമ്മൂട്ടി മോഹൻലാൽ ചിത്രം അടുത്ത വർഷം ഏപ്രിൽ മെയിൽ റിലീസ് ചെയ്യുന്നുണ്ട്. അന്നേരം ഗംഭീര പ്രൊജക്റ്റുകളാണ് എല്ലാം തന്നെ. എന്തായാലും മോഹൻലാലിന് ട്രാക്ക് മാറി 2025 മുതലോടി സ്പീഡ് ട്രാക്കിലാണ്. നല്ല അടിപൊളിയാകട്ടെ 2026 ലാലേട്ടൻ്റെ വരും വർഷങ്ങളെല്ലാം അടിപൊളിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.